എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നേതാവ് ഒരു അത്ഭുതകരമായ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നേ വരെ കള്ളം പറയാത്ത മുത്തുനബി ഇൻഹുവ വമാ യന്തിഖു അനിൽ ഹവാ ഇൻഹുവ ഇല്ലാ വഹയ്യുഹാ. ലോകരോട് ദൈവിക സന്ദേശത്തിന് ഇല്ലാതെ ലോകത്തോട് വിളിച്ചു പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയുകയാണ്, അർബഉം മിൻ സആദത്തിൽ മർഇ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന് 4 കാര്യമാണ്. അത് കേട്ടാ പോരാ, ഇതുണ്ടോ ഇല്ലെന്നൊന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞാൽ മതി. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് 4 കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിജയമുണ്ടോ? പരാജയങ്ങളാ, പരിഭവങ്ങളാ, പ്രയാസങ്ങളാ, ബുദ്ധിമുട്ടുകളാ? എത്രയെത്ര ആത്മഹത്യകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറുചുറുക്കുള്ള ആഫിയത്തുള്ള യുവാക്കളുണ്ടല്ലോ, കടമാണ്, ബാധ്യതയാണ്, പ്രയാസങ്ങളാണ്, ടെൻഷനുകളാണ്, വിഷമമാണ്, ജീവിതത്തിൽ ബറക്കത്തില്ല ഉസ്താദേ, സങ്കടമാണ്, വേദനയാണ് ണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുണ്ട് കയറുകൊണ്ട് ആത്മഹത്യ ചെയ്തു പോയി എത്ര പേര് യുവാക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. കാരണം എന്തേ? ജീവിതത്തിൽ ബറക്കത്തില്ലല്ലോ, റാഹത്തിന്റെ അന്തരീക്ഷമില്ലല്ലോ. ആ അന്തരീക്ഷങ്ങളെ മറികടക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 4 കാര്യം നിന്റെ ജീവിതത്തിൽ ഉറപ്പാക്കിക്കോ മോനെ. ആ 4 കാര്യത്തിൽ നിന്നുള്ള 1ാമത്തെ കാര്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ ജീവിതത്തിന്റെ വിജയം വേണോ? നിനക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം വേണോ? വിജയത്തിന്റെ പറുദീസയിലേക്ക് നിനക്ക് കുതിക്കണോ? ലോകത്തിന്റെ മുത്ത് പറയുകയാണ്, എന്നാൽ ജീവിതത്തിൽ വിജയത്തിന് വേണ്ട 1ാമത്തെ മാർഗം എന്തെന്നറിയോ? അൽ മർഅത്തു സ്വാലിഹാ. അൽ മർഅത്തു സ്വാലിഹാ. സ്വാലിഹത്തായ നിന്റെ ഭാര്യ, നീ കെട്ടിക്കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവൾ അല്ലാഹുവിനെ പേടിക്കുന്നവളാ, 5 നേരം നിസ്കരിക്കുന്നവളാ, ഖുർആൻ ഓതുന്നവളാ, സദഖ ചെയ്യുന്നവളാ, അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് നീ പറഞ്ഞതുപോലെ അനുസരിക്കുന്ന പെണ്ണാ, നിന്നെ വാക്കുകൊണ്ടോ നിന്റെ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാത്തവളാ, സാമ്പത്തികമായും കിടപ്പറയിലും നിന്നെ വഞ്ചിക്കാത്തവളാ, നിന്റെ മക്കളെ നല്ലതുപോലെ വളർത്തുന്നവളാ. അങ്ങനെയുള്ള ഭാര്യയാണ് നിന്റെ പ്രിയപ്പെട്ടവളെങ്കിൽ, അല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഇന്ന് കുറെ പെൺകോന്തന്മാരുണ്ട്. അവർ വിചാരിച്ചതുപോലെയല്ല, ഒരുപാട് റീൽസുകൾ ഉണ്ടാക്കി ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഒരുപാട് സോഷ്യൽ മീഡിയകളിലൂടെ അന്യവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന വസ്തുവായി നിന്റെ ഭാര്യയെ കാണേണ്ടവളല്ല. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങാൻ മാത്രമുള്ളവളല്ല, നാട് മുഴുവനും ടൂറിന് കൊണ്ടുപോകാൻ മാത്രമുള്ളവളല്ല, വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കരിയും പുരണ്ടുകൊണ്ട് ജീവിക്കാനുള്ളവളല്ല, അടിച്ചമർത്താനുള്ളവളല്ല, ആട്ടി ഓടിക്കപ്പെടാനുള്ളവളല്ല. നിന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവൾ നിന്റെ ജീവിതത്തിന് വിജയം വാങ്ങിത്തരാനുള്ളവളാണ്. അങ്ങനെയുള്ള 1ാമത്തെ ജീവിതത്തിന്റെ വിജയമാർഗം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അത് നിന്റെ സ്വാലിഹത്തായ ഭാര്യയാ. അത് സ്വാലിഹത്തായ ഭാര്യയാ. സ്വാലിഹത്തായ ഭാര്യ എന്തിന്? ജീവിതത്തിന്റെ വിജയത്തിന്. എത്ര ആൾക്കുണ്ട് സ്വാലിഹത്തായ വരുന്ന കൈപ്പൊക്കിയ? റഹ്മാനായ റബ്ബ്. ആര് പെണ്ണ് കിട്ടിയിട്ടില്ലേ? ആൾക്കാർ വേറെ ആര് പെണ്ണ് കിട്ടിയിട്ടില്ല. പാണ്ഡ്യാളെന്ന് പറഞ്ഞാല് മൊയിലാമാരില്ലാത്ത നാട്, പെണ്ണ് കിട്ടാത്തവരാണ്. സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്ത്? ഒരാൾ പൊക്കി. മാഷാ അല്ലാഹ്. ജീവിതത്തിൽ ഇന്നേ വരെ നിന്നെ ച എന്ന ഒരു വാക്ക് കൊണ്ട് പോലും വേദനിപ്പിക്കാത്ത പെണ്ണ്. വിളിച്ചിട്ടേ എന്നൊരു വാക്ക് വിഷമിപ്പിക്കുന്നു. ഇപ്പൊ ഇവയ്ക്ക നിനക്ക് കഴിഞ്ഞിട്ടല്ലേ മോനെ, നീ പൊക്കണ്ട. മുമ്പൊരു സ്ഥലത്ത് ഇങ്ങനെ വേള് പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ വേള് പറഞ്ഞു, ഒരാള് 2-3 ആൾ കൈ പൊക്കി, സ്വാലിഹത്തായ ഒരാളെ കൈ പൊക്കിയ എല്ലാ താത്തി. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ച എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരെയും. അപ്പൊ ഒരു പാലക്കാരൻ ഭയങ്കര ഉഷാറായിട്ട് കൈ പൊക്കി. ഉറപ്പാ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ഒന്നിരിക്കാലോ പെട്ടെന്ന് നിന്നാ വീട്ടിൽ കല്യാണം അയച്ച ചെറുപ്പക്കാരനായിരിക്കും, അല്ലെങ്കിൽ വേറെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. പണ്ടൊരാള് പറഞ്ഞല്ലേ, പണ്ടൊരു അവാർഡ് കിട്ടിയ ഒരാൾക്ക് അറിയാലേ, 2 ആൾക്ക് 2 ഭാര്യ ഭർത്താവ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവർ പിണങ്ങിയിട്ടില്ല, പരസ്പരം വഴക്കാടിയിട്ടില്ല, ഭയങ്കര. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അങ്ങനെ അവരെ ചാനലുകാർ അവർക്ക് വലിയ അവാർഡെല്ലാം കിട്ടി. ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ട്
അങ്ങനെ ഭർത്താവിനോട് ആദ്യം ചോദിച്ചു. എന്ത്? ഭർത്താവിനോട് ചോദിക്കാം, അല്ല നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ത്? വലിയ വലിയ അവാർഡല്ല നിങ്ങൾക്ക് കിട്ടിയനല്ലേ, എന്ത് സംഭവം? ജീവിതത്തിൽ നിങ്ങൾ പടങ്ങിയിട്ടേ ഇല്ല, ഭയങ്കര സംഭവമല്ലേ ഇത്? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഓക്ക് ബായി വരുന്നില്ല, എനിക്ക് ചുവട് വെക്കുന്നില്ല. മനസ്സിലായി? അപ്പൊ ഓക്കെ അല്ലേ, എന്ത് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഈ ബാല്യക്കാരനെ എന്തോ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നി. അവസാനം വാത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, അല്ല ഭയങ്കര സംഭവനോ, എന്റെ ഭാര്യ ഉമർ ഖത്താബിന്റെ ഭാര്യ വിളിച്ചിന്, പിന്നല്ലേ നിന്റെ ഭാര്യ, നിന്റെ പോലത്തെ ഭാഗ്യക്കാരനെ ആരും ചോദിച്ചു. അപ്പൊ പറഞ്ഞ മറുപടി തരുവാ, ഭാഗ്യക്കാരൻ ഉസ്താദ് എന്റെ ഞാൻ അലാക്കിലേക്ക് എത്തിന. എന്ത് ഷേ വിളിച്ചിട്ടില്ല, ബാക്കിയെല്ലാം വിളിക്കേണ്ടത്. അപ്പൊ തെറ്റില്ലല്ലോ അവൻ പറഞ്ഞത്. സ്വാലിഹത്തായ ഭാര്യ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോ നഷ്ടപ്പെടുന്നു അന്ന് ഹലാക്കിന്റെ കൂടി കുത്താണ്. പോയി പെണ്ണുങ്ങ ചിരിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായ? അന്ന് ഹലാക്കിന്റെ കൂടി കുത്താണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കട്ടെ, മുത്തഖീങ്ങളായ ഭാര്യമാരാക്കി അള്ളാഹു മാറ്റട്ടെ. അതുകൊണ്ടല്ലേ അള്ളാഹിന്റെ ഖുർആൻ